ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ആണല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാ, ഇത് നമ്മളുടെ റിലേറ്റീവ് സ്പീഡിനെ പറ്റിയിട്ട് കുറച്ചും കൂടി ആഴത്തിൽ നമുക്ക് അതിൽ എങ്ങനെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം എന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. സോ ഞാൻ പറയുന്നത് ഫസ്റ്റേ പറയാണ്, എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, എന്താണ് ഈ ക്വസ്റ്റ്യൻ എന്ന് ഫസ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറയുന്നത് എന്താക്കണം, ശരിക്ക് കേട്ടാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താക്കാം, ഫസ്റ്റ് നമ്മളുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് ഫസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, 2 trains 121 meter long and 99 meter long are running in opposite directions with speeds 40 km per hour and 32 km per hour respectively. In what time will they completely clear each other from the moment they meet? അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്താണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നതെന്ന് ഫസ്റ്റ് നോക്കാം. 2 ട്രെയിൻ ഉണ്ട്. ഓക്കെ, അതിൽ ഒന്നിന്റെ ലെങ്ത് 121 മീറ്റർ ആണ്, രണ്ടാമത്തെ ലെങ്ത് 99 മീറ്റർ ആണ്. ഓക്കെ, ആ റണ്ണിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് അതിന്റെ റഫ് ഫിഗർ ഒന്ന് ഞാൻ ഇവിടെ വരച്ചുതരാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ട്രെയിൻ എന്ന് വിചാരിച്ചോ. ആൻഡ് ഇതിന്റെ ലെങ്ത് 121 മീറ്റർ ആണ്. ആൻഡ് നെക്സ്റ്റ് ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്, അതായത് വേറൊരു ട്രാക്കിൽ. നമുക്കതിനെ ഈ ഒരു ട്രാക്ക് ഇവിടെ ഇങ്ങനെ ആക്കാം. ഓക്കെ ഓക്കെ, റെയിൽപാലത്തിൽ കുറെ ട്രാക്ക് ഉണ്ടാവല്ലോ അതിൽ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ട്രെയിൻ ഇതാ ഈ ട്രാക്കിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതാണ് സിറ്റുവേഷൻ. ആൻഡ് ഈ ട്രെയിനിന്റെ ലെങ്ത് പറഞ്ഞാല് 99 മീറ്റർ ആണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ഈ ട്രെയിൻ ഈ ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്, ഈ ട്രെയിൻ ഈ ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്. അതാണ് ഈ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് ഇവിടെ പറയുന്നത്. വിത്ത് സ്പീഡ്, ഒരു ട്രെയിനിന്റെ സ്പീഡ് 40 കിലോമീറ്റർ പെർ ഹവർ ആണ്, രണ്ടാമത്തെ ട്രെയിനിന്റെ 32 കിലോമീറ്റർ പെർ ഹവർ ആണ്. ഇനി സെക്കൻഡ് നമ്മൾ നോക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ യൂണിറ്റ് ആണ്. ഇവിടെ കണ്ടോ, ഒന്നിൻ്റെത് കിലോമീറ്റർ പെർ ഹവർ ആണ്, ഡിസ്റ്റൻസ് എന്തിനാണുള്ളത്, മീറ്ററിലാണുള്ളത്. ഇനി നമ്മളോട് ചോദിച്ചത് ടൈം കാണാനാ. വാട്ട് ഈസ് ദ ടൈം വിൽ ദേ കംപ്ലീറ്റ്ലി ക്ലിയർ ഈച്ച് അതർ ഫ്രം ദ മൊമെന്റ് ദേ മീറ്റ്. അതായത് മൊമെന്റ് ദേ മീറ്റ് എന്ന് ഇവിടെ കണ്ടോ, മൊമെന്റ് ദേ മീറ്റ്, അതായത് അവർ മീറ്റ് ചെയ്യുന്ന ആ ഒരു സെക്കൻഡ് മുതൽ അവർ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പൂർണ്ണമായിട്ടും ഈ ട്രെയിനിനെ കവർ ചെയ്തിട്ട് ഇങ്ങോട്ട് പോവാൻ ഈ ഒരു ഡിസ്റ്റൻസ് ഈ ട്രെയിൻ കവർ ചെയ്യാൻ, ഇനി അതല്ലെങ്കിൽ ആ സമയത്ത് ഈ ട്രെയിന് ഈ ഒരു ഡിസ്റ്റൻസും കവർ ചെയ്യണം. അതായത് ഇത്രയും ഡിസ്റ്റൻസ് ഈ രണ്ട് ട്രെയിനും കവർ ചെയ്ത് എടുക്കുന്ന സമയം എത്ര എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഐ തിങ്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. ഫിസിക്സിൽ നമ്മൾ ഫസ്റ്റ് എന്താക്കണം, ക്വസ്റ്റ്യൻ ക്ലിയർ ആക്കണം. അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. സോ നമ്മളുടെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് ട്രെയിനിന്റെയും ടോട്ടൽ ലെങ്ത്, അതായത് ഈ ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് ഈ ട്രെയിനിന്റെ ലെങ്ത് നമുക്ക് കവർ ചെയ്യാനുള്ള ടോട്ടൽ ലെങ്ത് ആയിട്ട് അഥവാ ഡിസ്റ്റൻസ് ആക്കി മാറ്റാം. ഓക്കെ, അതാണ് ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഈ ഫസ്റ്റ് നമ്മൾ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു എന്നത് ഈ രണ്ട് ട്രെയിനിന്റെയും ടോട്ടൽ ലെങ്ത് ആഡ് ചെയ്തതാണ് നമ്മളുടെ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് കവർ ചെയ്യേണ്ടത് എന്ന് ഫസ്റ്റ് മനസ്സിലാക്കണം. സോ നമ്മളുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണ്, രണ്ട് ട്രെയിനിന്റെയും ടോട്ടൽ ലെങ്ത്, അഥവാ നമുക്ക് എന്ത് പറയാം, ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 121 മീറ്റർ പ്ലസ് 99 മീറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു 220 മീറ്റർ. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ നൗ. ഓക്കെ, അപ്പൊ നമ്മളുടെ ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടി. ഇനി നമുക്ക് ഇത് എന്ന് പറഞ്ഞാല് ഡിസ്റ്റൻസ് മീറ്ററിലാണ് ഉള്ളത്. ഓക്കെ, ആൻഡ് സ്പീഡ് കണ്ടോ, രണ്ടും കിലോമീറ്ററിലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഫിസിക്സിൽ കണക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ യൂണിറ്റും സ്പീഡിന്റെ യൂണിറ്റും ഡിസ്റ്റൻസിന്റെ യൂണിറ്റും ഈക്വൽ ആക്കണം.
ഡിസ്റ്റൻസ് മീറ്ററിലാണുള്ളത്, സ്പീഡ് കിലോമീറ്റർ പെർ ഹവർ എന്ന് പറയുന്ന മറ്റൊരു യൂണിറ്റിലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇതിനെ രണ്ടിന്റെയും എന്താ പറയാ യൂണിറ്റ് ഈക്വൽ ആക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഡിസ്റ്റൻസിനെ കിലോമീറ്റർ ആക്കി മാറ്റണം, അല്ലെങ്കിൽ സ്പീഡിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റണം. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമുക്ക് ജസ്റ്റ് എളുപ്പം എന്താ വെച്ചാല് ഇവിടുത്തെ ഒരു കേസ് നോക്കുന്ന സമയത്ത് നമുക്ക് സ്പീഡിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുക. അപ്പൊ ഞാൻ എന്താക്കി, സ്പീഡിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കി മാറ്റാൻ പോവാണ്. യൂണിറ്റ് കൺവേർഷന് വേണ്ടിയിട്ട്, ഒരേ യൂണിറ്റ് ആകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കിലോമീറ്റർ പെർ ഹവറിൽ, അതായത് 32 കിലോമീറ്റർ പെർ ഹവർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ട്രെയിനിന് 32 കിലോമീറ്റർ 1 മണിക്കൂറിൽ സഞ്ചരിക്കാൻ പറ്റും. മറ്റേ ട്രെയിനിനോ 40 കിലോമീറ്റർ 1 മണിക്കൂറിൽ സഞ്ചരിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മളുടെ ടോട്ടൽ കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ് മീറ്ററിലാണ്. അപ്പൊ നമുക്ക് മീറ്റർ അല്ല നോക്കേണ്ടത്, ഒരു സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും എന്നതാണ് നമ്മൾക്ക് ഇവിടെ നോക്കേണ്ടത്. കിലോമീറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസിന് എന്താക്കാം, 220 ഡിവൈഡഡ് ബൈ 1000 എന്ന് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ എത്ര കിലോമീറ്റർ ആണെന്ന് നോക്കിയിട്ട് നമുക്ക് അങ്ങനെയും വേണേൽ ചെയ്യാം. പക്ഷെ ഇത് വരുമ്പം ഒരു പോയിന്റ് ഉള്ള ഒരു വാല്യൂ ആയിട്ട് നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. അത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പൊ കാൽക്കുലേഷന്റെ സിമ്പിളിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ സ്പീഡിനെ എന്താക്കി മാറ്റാണ്, മീറ്റർ പെർ സെക്കൻഡിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ. അപ്പൊ നമ്മള് സ്പീഡ് എന്താണ്, ഇത് രണ്ടുമാണ്. ഇനി ഇതിനെ ഞാൻ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാണ്. കാരണം ഒരു സെക്കൻഡില് എത്ര മീറ്റർ കവർ ചെയ്യാൻ പറ്റും. അങ്ങനാണെങ്കിൽ ഈ 220 മീറ്റർ എത്ര സമയത്ത് കവർ ചെയ്യാൻ പറ്റും എന്നതാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യേണ്ടത്. ഒന്നും കൂടി പറയാം. ഫസ്റ്റ് നമ്മൾ ഈ സ്പീഡ് നോക്കിയിട്ട് ഒരു ട്രെയിനിന് ഇപ്പം 1 മണിക്കൂറിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റും എന്നാണ് നമുക്ക് തന്നത്. പക്ഷെ നമ്മൾ എന്താക്കണം, ഒരു സെക്കൻഡില് എത്ര മീറ്റർ സഞ്ചരിക്കാൻ പറ്റും എന്ന് നോക്കണം. കാരണം നമ്മളെ ഡിസ്റ്റൻസ് എന്തിലാ ഉള്ളത്, മീറ്ററിലാണ് ഉള്ളത്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ. അപ്പൊ നമ്മൾ ഇതിനെ രണ്ടിനെയും മീറ്ററിലേക്ക് മാറ്റാണ്. അതായത് 40 plus 32 which is equal to 72, and ഇതാണ് നമ്മൾ കിലോമീറ്റർ പെർ ഹവറിലുള്ള ടോട്ടൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ. ഇനി ഈ കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 5 into 18 മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ 72 into 5 by 18. ഓക്കെ. ഇനി ഈ 72നെയും 18നെയും കട്ട് ചെയ്യുക, അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ. 72ല് 2 എത്ര പ്രാവശ്യം പോകും, 36 പ്രാവശ്യം പോകും. ഇൻറ്റു 5 by 18 9. ഓക്കെ. ഞാൻ ഇത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ ഇവിടെ നമുക്ക് 2, അതായത് ഇരട്ട സംഖ്യ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കുന്നതായിരിക്കും ഒന്നും കൂടി എളുപ്പം. കാരണം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ നമ്പറിനെ നേരെ പകുതിയാക്കി എടുത്താൽ മതിയല്ലോ. നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡും നമുക്ക് എന്താ പറയുക എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും അതിനെക്കൊണ്ടാണ് ഞാൻ അധികം 2 യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇതിനെ രണ്ടിനെയും കട്ട് ചെയ്തു. ഇനി എന്താണ്, 9 into 4 ആണെന്ത് 36 എന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, 4 into 5 എന്ന് എഴുതാം ഇതിന് പകരം. ഓക്കെ. ഇവിടെ 9 ഒരു പ്രാവശ്യം, ഇവിടെ 4 times, അങ്ങനെ കേട്ടോ. 4 into 5 which is equal to 20 meter per second ആണ് നമ്മളുടെ സ്പീഡ് എന്ന് നമുക്ക് കിട്ടിയല്ലോ. ഓക്കെ. അപ്പൊ നമ്മളെ സ്പീഡ് 20 meter per second ആണ്. ഇനി നമുക്ക് എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചത്, ഈ ട്രെയിന് ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ള ടൈം ആണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് എന്തറിയാം, ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. നമ്മളെ ഡിസ്റ്റൻസ് എന്തായിരുന്നു, 220 മീറ്റർ, ആൻഡ് സ്പീഡ് എന്താണ് 20 meter per second. ഓക്കെ. ഇനി അപ്പൊ നമുക്ക് എന്ത് കിട്ടി,
220 20 ഡിവൈഡ് ചെയ്താൽ ഈ സീറോനെയും കട്ട് ചെയ്യണം. അപ്പൊ എന്താണ് 22 ഡിവൈഡഡ് ബൈ 2. 22 എത്ര പ്രാവശ്യം ഉണ്ടാവും? 11 times. So let's deal with the next question. Okay, question എന്താണ്? A train is traveling at 78 km per hour, completely crosses another train having twice its length and traveling in opposite direction at 66 km per hour in 12 seconds. The length of the longest train is. അപ്പം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. സോ ഞാൻ ക്വസ്റ്റ്യൻ എന്താണെന്ന് ഫസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, അപ്പം ഒരു ട്രെയിൻ ട്രാവൽ ചെയ്യുന്നുണ്ട് അറ്റ് 78 കിലോമീറ്റർ പെർ ഹവർ. ആ ട്രെയിനിന്റെ സ്പീഡ് എന്താണ്? 78 കിലോമീറ്റർ പെർ ഹവർ ആണ്. അഥവാ ഒരു ഹവറിൽ 78 കിലോമീറ്റർ ട്രാവൽ ചെയ്യും. കംപ്ലീറ്റ്ലി ക്രോസസ് അനദർ ട്രെയിൻ ഹാവിംഗ് ട്വൈസ് ഇറ്റ്സ് ലെങ്ത്. അതായത് ഫസ്റ്റത്തെ ട്രെയിനിന്റെ ഡബിൾ ആണ് രണ്ടാമത്തെ ട്രെയിനിന്റെ ലെങ്ത് എന്നാണ് പറയുന്നത്. ആൻഡ് ട്രാവലിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവർ ട്രാവൽ. ഇതാണ് നെക്സ്റ്റ് ഒരു ഹൈലൈറ്റ്. ആൻഡ് അറ്റ് 66 കിലോമീറ്റർ പെർ ഹവർ. രണ്ടാമത്തെ ട്രെയിനിന്റെ സ്പീഡ് എന്താണ്? 66 കിലോമീറ്റർ പെർ ഹവർ ആണ് in 12 seconds. Okay, the length of the longest train is. അങ്ങനാണെങ്കിൽ ലോങ്സ്റ്റ് ട്രെയിനിന്റെ ലെങ്ത് എന്തായിരിക്കും? അതാണ് നമ്മളുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾക്ക് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ രണ്ട് ട്രെയിനിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, നമുക്ക് ആകെ ക്വസ്റ്റ്യനിൽ തന്ന ഒരു ടിപ്പ് എന്താ വെച്ചാൽ ഒരു ട്രെയിനിനെക്കാട്ടും ഡബിൾ ആണ് രണ്ടാമത്തെ ട്രെയിനിന്റെ ലെങ്ത് എന്ന് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. സോ നമുക്ക് ജസ്റ്റ് എന്താക്കാം, ഫസ്റ്റത്തെ ട്രെയിനെ നമുക്ക് എക്സ് എന്നാക്കാം അതിന്റെ ലെങ്ത്. അങ്ങനാണെങ്കിൽ രണ്ടാമത്തെ ട്രെയിൻ എന്ന് പറഞ്ഞാല് ഇതിന്റെ ട്വൈസ് ആയിരിക്കും രണ്ടാമത്തെ ട്രെയിനിന്റെ ലെങ്ത്, അഥവാ 2x ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളോട് പറയുന്നുണ്ട് എന്താണ്? ഫസ്റ്റ് ഒരു ട്രെയിൻ ഉണ്ട്, അതിന്റെ ലെങ്ത് എന്താണ്? എക്സ് ആണ്. രണ്ടാമത് വേറൊരു ട്രെയിൻ ഉണ്ട്, അതിന്റെ ലെങ്ത് എന്താണ്? 2x ആണ്. ഓക്കെ, 2x ആണ് രണ്ടാമത്തെ ട്രെയിനിന്റെ ലെങ്ത്. അങ്ങനാണെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഈ ഫസ്റ്റത്തെ ട്രെയിന് കംപ്ലീറ്റ്ലി ക്രോസസ് ദ അനദർ ട്രെയിൻ. അതായത് കംപ്ലീറ്റ്ലി ക്രോസസ് ദ അനദർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ ട്രെയിന് ഇവിടെ മുതൽ ഇവിടെ വരെ ട്രാവൽ ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ ട്രെയിന് ക്രോസ് ചെയ്തിട്ട് ഇവിടെ വരെ എത്തും. അങ്ങനാണെങ്കിൽ ഈ ട്രെയിൻ സഞ്ചരിക്കേണ്ട ടോട്ടൽ ലെങ്ത് എന്താണ്? ഈ എക്സ് പ്ലസ് ഈ 2x വിച്ച് ഈസ് ഈക്വൽ ടു 3x ആണ് ഈ ട്രെയിൻ സഞ്ചരിക്കേണ്ട ടോട്ടൽ ലെങ്ത് എന്ന് നമുക്ക് മനസ്സിലായി. അഥവാ നമുക്ക് എന്ത് പറയാം? ടോട്ടൽ ഡിസ്റ്റൻസ് എന്തായിരിക്കണം? ഈക്വൽ ടു 3x ആയിട്ട് മാറണം എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണ്? 3x ആണ് മനസ്സിലായി. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ഇവിടെ സ്പീഡ് 78 കിലോമീറ്റർ തന്നിട്ടുണ്ട്, ഇവിടെ 66 എന്നൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ എക്സ് കാണണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇട്ടിട്ടല്ലാതെ നമുക്ക് ഈ എക്സിന്റെ വാല്യൂ കാണാൻ പറ്റൂല. കാരണം എന്താണ്? ഡിസ്റ്റൻസ് 3x ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഈ എക്സിന്റെ വാല്യൂ കിട്ടുള്ളൂ. സോ നമുക്ക് ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് എഴുതണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് സ്പീഡ് എന്താണ് കിട്ടണം. നമ്മളടുത്ത് രണ്ട് സ്പീഡ് തന്നിട്ട് ഈ രണ്ട് സ്പീഡിന്റെയും കൂട്ടിയിട്ടുള്ള സ്പീഡ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്മളുടെ ടോട്ടൽ സ്പീഡ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? the trains are traveling in opposite direction. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത് എന്നെങ്കിൽ നമ്മൾ റിലേറ്റീവ് സ്പീഡിൽ എന്ത് പഠിച്ചിട്ടുണ്ട്? ട്രാവൽ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ we want to add both the speeds. അല്ലെങ്കിൽ സെയിം ഡയറക്ഷനിലാണെങ്കിലോ നമ്മൾ വലുതിൽ നിന്ന് ചെറുതിനെ കുറയ്ക്കണം. സോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ഇപ്പൊ എന്താക്കണം? ഈ രണ്ട് സ്പീഡിനെയും ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ആഡ് ചെയ്യാണ്. ഫസ്റ്റത്തെ സ്പീഡ് എന്താണ്? 78 ആൻഡ് നെക്സ്റ്റ് ഈസ് 66. സോ 78 പ്ലസ് 66 എന്ന് പറഞ്ഞാൽ എന്താണ്? 144 കിലോമീറ്റർ പെർ ഹവർ ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? സ്പീഡ് 144 കിലോമീറ്റർ പെർ ഹവർ ആയി കിട്ടി. പക്ഷേ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാ നമ്മളെ ടൈം എന്താണ്? സെക്കൻഡ്സിലാണുള്ളത്. സോ സെക്കൻഡ്സിലാണ് ടൈം ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും സ്പീഡിനെ
km/h കാണാൻ പറ്റില്ല. നമുക്ക് സ്പീഡിനെ കൺവേർട്ട് ചെയ്യണം. എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? m/s കൺവേർട്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 144 into 5/18 ചെയ്യണം. അപ്പൊ ഇത് രണ്ടും ഞാൻ വെട്ടി എന്തിനെ കൊണ്ട്? 2നെ കൊണ്ട്. 2ൽ 140, so 144 2 72 times പോകും. and 5/18 എന്ന് പറഞ്ഞാൽ 18ന്റെ അകത്ത് 2 9 times പോകും. ഓക്കെ, ഇനി ഈ 72നെ 9നെയും കട്ട് ചെയ്താൽ 72 9ന്റെ അകത്ത് എത്ര പ്രാവശ്യം പോകും? 8 പ്രാവശ്യം. അപ്പൊ 8 into 5 which is equal to 40 m/s എന്ന് കിട്ടി. I think it's clear now. Okay, so നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് തന്നെ രണ്ട് ട്രെയിൻ ഉണ്ട്. ഒന്നിന്റെ ലെങ്ത് എക്സ് ആണ്, മറ്റേതിൻ്റെത് 2x ആക്കി എടുത്തു. സോ കംപ്ലീറ്റ്ലി ക്രോസസ് അനദർ ട്രെയിൻ എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് എന്തറിയാം? ഈ ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്യണം, അഥവാ 3x ആയിരിക്കും അതിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് ആയിട്ട് മാറും. ഇനി നമ്മൾ എന്താക്കണം? ഈ രണ്ട് സ്പീഡും എന്താക്കണം? ആഡ് ചെയ്യണം. കാരണം എന്താ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അപ്പൊ ഞാൻ രണ്ട് സ്പീഡും ആഡ് ചെയ്തപ്പോൾ 144 km/h എന്ന് കിട്ടി. പക്ഷെ അത് പോരാ, നമുക്ക് കിലോമീറ്ററിനെ m/s കാരണം ടൈം എന്തിലാ തന്നത്? സെക്കൻഡ്സിലാണുള്ളത്. സോ നമ്മൾ എന്താക്കി? m/s ആക്കാൻ വേണ്ടിയിട്ട് എന്താക്കി മാറ്റി? into 5/18 കൊണ്ട് ചെയ്തു. അങ്ങനെ നമുക്ക് 40 m/s എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈ ഇക്വേഷനിലേക്ക് ഇതിനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇട്ട് കൊടുത്താലോ? സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മളുടെ സ്പീഡ് എന്താണ്? ഞാൻ കണ്ടുപിടിച്ചത് 40 m/s ആണ് നമ്മളുടെ സ്പീഡ് എന്ന് കിട്ടി. ആൻഡ് ടൈം തന്നിട്ടുണ്ട് in 12 seconds. അപ്പൊ നമ്മുടെ ടൈം എന്താണ്? 12 seconds. ഓക്കെ, ഇനി നമ്മൾ കാണേണ്ടത് എന്താണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ലോങ്സ്റ്റ് ട്രെയിൻ? ഈ 2x എന്താണെന്നാ കാണണ്ടേ? 2x കാണണേ നമ്മൾ ഫസ്റ്റ് എന്ത് കാണണം? x കാണണം. അപ്പൊ നമുക്കറിയാം ടൈമിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ടൈം equal to distance by speed. ഓക്കെ, ടൈമിന്റെ നേരെ ഇവിടെ എന്ത് കൊടുത്തു? 12 എന്ന് കൊടുത്തു. ഈ ഇക്വേഷൻ എല്ലാവർക്കും ഡൗട്ട് ഇല്ലാന്ന് തോന്നുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അതിനെ റീഅറേഞ്ച് ചെയ്ത ഇക്വേഷൻ ആണ് എന്ത്? ഇത് ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇക്വേഷൻ. അപ്പൊ ടൈം ഈക്വൽ ടു 12 seconds എന്ന് നമുക്കറിയാം. ഓക്കെ, 3x ആണ് നമ്മളുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ 3x എന്ന് എഴുതാം. നമ്മളുടെ സ്പീഡ് എന്താണ്? 40 m/s ആണ്. ഇതുവരെ ഒരു കുഴപ്പമില്ലല്ലോ. ഇനി ഇവിടെ ഈ 40 m/s നമുക്ക് എക്സ് ആട്ടോ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ ഈക്വൽ ടുവിന്റെ ഇപ്പുറത്ത് എക്സ് മാത്രമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിക്കണം നമ്മളുടെ ഇക്വേഷന്. അപ്പൊ അതിന് നമ്മൾ ഫസ്റ്റ് ഇവിടെ ഉള്ള ഈ 40നെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇവിടെ 40 എവിടെ ഉള്ളത്? താഴെട്ടുള്ളത്, അതായത് ഡിവൈഡ് ചെയ്യാനാ 40 ഉള്ളത്. അപ്പൊ നമ്മളുടെ ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് 40 എന്താകും? മൾട്ടിപ്ലൈ ചെയ്യാനാകും. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഇതിനെ എന്താക്കാം? 12 into 40 equal to 3x എന്നാക്കാലോ. ക്ലിയർ ആണല്ലോ? ഇനി ഈക്വൽ ടുവിന്റെ ഇപ്പുറത്ത് ഈ 3 നമുക്ക് എക്സിനെ മാത്രമായിട്ട് കിട്ടണം കേട്ടോ. ഈ 3 എങ്ങനെയാണുള്ളത്? മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത്. ഇനി ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന 3 ഇപ്പുറത്തേക്ക് വരുമ്പോ എന്താകും? ഡിവൈഡ് ചെയ്യാനാകും. ഓക്കെ, അപ്പൊ എന്തായി വരും? 12 into 40 divided by 3 എന്ന് വരും, which is equal to x. ക്ലിയർ ആണല്ലോ? ഇനി ഈ 12നെയും ഈ 3നെയും കട്ട് ചെയ്യുക. അതായത് 3 12ന്റെ അകത്ത് എത്ര പ്രാവശ്യം പോകും? 4 times. ഓക്കെ, അപ്പൊ 4 into 40 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 160 മീറ്റർ ആണ് എക്സ്. ഇനി അഥവാ ഒരു ട്രെയിനിന്റെ ലെങ്ത് എന്താണ്? 160 മീറ്റർ ആണ്. അതായത് എക്സ് പറഞ്ഞാൽ ചെറിയ ട്രെയിൻ ആണ്, അതിന്റെ ഡബിൾ ആണ് എന്ത്? രണ്ടാമത്തെ ട്രെയിൻ. ആ ട്രെയിനിന്റെ ലെങ്ത് ആണ് നമുക്ക് കാണേണ്ടത്. അഥവാ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പറയാം. 160 into 2 ആണ് രണ്ടാമത്തെ ട്രെയിൻ. അതായത് ഫസ്റ്റത്തെ ട്രെയിനിന്റെ ഡബിൾ ആണ് രണ്ടാമത്തെ ട്രെയിൻ. അപ്പൊ 160 into 2 എന്താണ്? 360.
320 മീറ്റർ ആണ് എന്ത് നമ്മളുടെ സെക്കൻഡ് ട്രെയിനിന്റെ ലെങ്ത് എന്ന് നമുക്ക് മനസ്സിലായി. സോ നമ്മളുടെ റിലേറ്റീവ് സ്പീഡിന്റെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും ഞാൻ ചെയ്തു. എന്താണ് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമ്മൾ 2 പ്രാവശ്യം വായിക്കുക. എന്നിട്ട് ക്വസ്റ്റ്യനിൽ തന്ന ഡീറ്റെയിൽസ് നമ്മൾ എഴുതുക. അതിനുശേഷം മാത്രം ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമ്മൾ നിൽക്കുക. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? എ മാൻ ഫിനിഷസ് 30 കിലോമീറ്റർ ഓഫ് എ ജേർണി at 6 kilometer per hour and remaining 40 kilometer of the journey in 5 hours. What is his average speed for the whole journey? Okay, അവൻ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എന്താണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഒരു മാൻ ഉണ്ട്, ആ ആള് 6 കിലോമീറ്റർ പെർ ഹവർ സ്പീഡിൽ 30 കിലോമീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, പിന്നെ ആ ആള് വീണ്ടും ഒരു 40 കിലോമീറ്റർ വീണ്ടും ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ നമുക്ക് എന്ത് തന്നില്ല, ഏത് സ്പീഡിലാണ് ആ ആള് 40 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നില്ല. നമുക്ക് ആകെ പറഞ്ഞു തന്ന എന്താണ്, എത്ര സമയം കൊണ്ടാണ് ആ ആള് ഈ 40 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് തീർക്കുന്നത് എന്ന് മാത്രമാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾക്ക് എന്താ മനസ്സിലാക്കേണ്ടത്, ഫസ്റ്റ് നമ്മൾ ഇയാള് ടോട്ടൽ 70 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട്. അതിൽ 30 കിലോമീറ്റർ ഡിസ്റ്റൻസ് 6 കിലോമീറ്റർ പെർ ഹവർ സ്പീഡിലും പിന്നെ 40 കിലോമീറ്റർ ഡിസ്റ്റൻസ് 5 ഹവറിലുമാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊക്കെയാ തന്നത് എന്ന് നോട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ എന്ത് തന്നു, 30 കിലോമീറ്റർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് തന്നു. പിന്നെ നമുക്ക് എന്ത് തന്നു, 6 കിലോമീറ്റർ പെർ ഹവർ എന്ന് പറയുന്ന സ്പീഡ് തന്നു. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് തന്നു, 40 കിലോമീറ്റർ എന്ന് പറഞ്ഞ സെക്കൻഡ് ഡിസ്റ്റൻസ് തന്നു. പിന്നെ നമുക്ക് എന്ത് തന്നു, 5 ഹവർ എന്ന് പറയുന്നുള്ള ടൈമും തന്നു. ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ഹിസ് ആവറേജ് സ്പീഡ് ഫോർ ദ ഹോൾ ജേർണി, അതായത് അവന്റെ എല്ലാ ജേർണിയും കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവന് ആവറേജ് ആയിട്ടുള്ള എത്ര സ്പീഡ് വേണ്ടി വരും എന്നതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. നമ്മൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഡിസ്റ്റൻസും ഇവിടെ ഉണ്ട് സ്പീഡും കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടത്തെ സെക്കൻഡ് ഡിസ്റ്റൻസും സെക്കൻഡ് ടൈമും ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെക്കൻഡ് ടൈമിൽ എത്ര സ്പീഡ് എടുക്കുന്നത് നമുക്കൊന്ന് നോക്കി വെക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മളുടെ സ്പീഡ് കാണാന് നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ ടൈം. നമുക്ക് ഏത് സമയത്തെ സ്പീഡാണ് കാണേണ്ടത്, സെക്കൻഡ് ഡിസ്റ്റൻസ് കവർ ചെയ്ത സമയത്ത് എത്ര സ്പീഡ് ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് കാണേണ്ടത്. സോ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസിനെയും ആ ഒരു ടൈമിനെയും മാത്രം കൺസിഡർ ചെയ്താൽ മതി. അത് എന്തായിരിക്കും നോക്കിക്കോ, 40 കിലോമീറ്റർ ആണ് നമ്മളുടെ ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡോ 5 ഹവർ ആണ്. ഓക്കെ, അപ്പം ഇത് രണ്ടും 5 40 എത്ര പ്രാവശ്യം പോകും, ഓക്കെ 8 പ്രാവശ്യം പോകും. അഥവാ നമുക്ക് സ്പീഡ് എന്ത് പറയാം, 8 കിലോമീറ്റർ പെർ ഹവർ ആണെന്ന് പറയാം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മളുടെ സ്പീഡ് കിട്ടി. നമ്മളുടെ ഫസ്റ്റത്തെ ടൈം ട്രാവലിംഗിൽ 30 കിലോമീറ്റർ ആൾ ട്രാവൽ ചെയ്ത സമയത്ത് 6 കിലോമീറ്റർ ആണെന്ന് പറയാം. പിന്നെ സെക്കൻഡ് അയാൾ ട്രാവൽ ചെയ്തത് 8 കിലോമീറ്റർ ആണെന്ന് പറയാം. അങ്ങനാണെങ്കിൽ നമ്മളുടെ ആവറേജ് സ്പീഡ് എന്തായിട്ട് മാറും, 8 plus 6/2. ആവറേജ് കാണുമ്പോൾ എത്ര സ്പീഡ് ഉണ്ടോ, ഇപ്പൊ രണ്ട് വ്യത്യസ്ത സ്പീഡുകൾ ഉണ്ട്. സോ ഈ രണ്ടും ഈ ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. ഇനി 3 ഡിഫറെന്റ് സ്പീഡ്സ് ഉണ്ടെങ്കിലോ 3 സ്പീഡ് എഴുതണം, ഡിവൈഡഡ് ബൈ 3 എഴുതണം. അതായത് എത്ര ടേം നമ്മൾ ആഡ് ചെയ്യുന്നോ ആ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് ആവറേജ് സ്പീഡ് കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്കറിയാം 6 plus 8 എന്ന് പറഞ്ഞാൽ എന്താണ്, 14 ആണ്. 14 divided by 2 which is equal to 7
km/h ആണ് നമ്മളുടെ ആവറേജ് സ്പീഡ് എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഓക്കെ.